എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാൻ സുപ്രീം കോടതിയുടെ അനുമതി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചു. ഭാരപരിശോധന വേണമെന്ന ഹൈക്കോടതി വിധി റദ്ദാക്കി. ജനതാൽപര്യം മുൻനിർത്തി പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി. 2015 നിയമസഭയിലെ കയ്യാങ്കളി കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി. ആവശ്യം നിരാകരിച്ചത് തിരുവനന്തപുരം CJM കോടതി. പ്രതികൾ ഹാജരാകണമെന്ന നിർദ്ദേശം. മന്ത്രി EP ജയരാജൻ ഉൾപ്പെടെ 6 MLA-മാർ കേസിലെ പ്രതികൾ. നയതന്ത്ര പാഴ്സൽ കേസിൽ തിരുവനന്തപുരത്തെ സിയാപ്റ്റിൽ NIA പരിശോധന. മുൻ ഡയറക്ടർ M അബ്ദുൾ റഹ്മാനെ NIA ചോദ്യം ചെയ്തു. UAE കോൺസുലേറ്റിൽ നിന്നെത്തിയ പാഴ്സലുകൾ വിതരണം ചെയ്തതിൽ തെളിവുകൾ ശേഖരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ NIA കസ്റ്റഡിയിൽ വിട്ടു. കോടതി ഉത്തരവ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ച്. കസ്റ്റംസ് കേസിൽ സന്ദീപ് നായർക്ക് ജാമ്യം. പ്രതികളെ ചോദ്യം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് അനുമതി. വിവാദങ്ങളോട് പ്രതികരിച്ചു മന്ത്രി KT ജലീൽ. ജാഗ്രത കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി 24-നോട്. കോൺസുലേറ്റിൽ നിന്നുള്ള പാഴ്സലുകൾ സ്വീകരിച്ചത് കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം. സ്വപ്നയുമായി 3 വർഷത്തെ ഔപചാരിക ബന്ധം മാത്രമെന്നും മന്ത്രി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിന്നും പ്രതിപക്ഷ പ്രതിഷേധം. അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ന്യായീകരിച്ച് രാജ്യസഭാധ്യക്ഷൻ. മാപ്പ് പറഞ്ഞാൽ നടപടി പിൻവലിക്കാമെന്ന് M വെങ്കയ്യ നായിഡു. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കാർഷിക ബിൽ ഭേദഗതികളോടെ അവതരിപ്പിക്കണമെന്ന് കോൺഗ്രസ്. സർക്കാർ കർഷക വിരുദ്ധ നയം സ്വീകരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. എറണാകുളം മൂക്കന്നൂർ സ്വദേശി ദേവസി ഷാജു മരിച്ചു. 53 വയസ്സായിരുന്നു. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 55 ലക്ഷം കടന്നു. പുതുതായി 75,083 കേസുകളും 1053 മരണവും. ആകെ മരണം 88,935. ഇന്ത്യ ചൈന സൈനിക തല ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. സമ്പൂർണ്ണ പിന്മാറ്റമെന്ന നിർദ്ദേശം ചൈന തള്ളിയതായി സൂചന. ചൈനീസ് സേനാ പിന്മാറ്റം ഉടൻ വേണമെന്ന നിലപാടിൽ ഉറച്ച ഇന്ത്യ. കരാറുകൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന ആവശ്യം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംയുക്ത സംഘം. ചർച്ചകൾ തുടരും. മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്നാരോപിച്ച ഹർജികളിൽ കേരള തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ്. കേന്ദ്ര സർക്കാരും കേന്ദ്ര ജല കമ്മീഷനും നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി. നടപടി ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA ഉടൻ ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടി. അന്വേഷണത്തിൽ മറ്റ് സമ്മർദ്ദങ്ങളില്ല. അന്വേഷണം ശരിയായ ദിശയിൽ. ആവശ്യമായ ഘട്ടത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും SP. കേരള കോൺഗ്രസ് വിഭാഗം വീണ്ടും തുറന്ന പോരിലേക്ക്. ജോസ് കെ മാണി വിഭാഗം സ്പീക്കർക്ക് കത്ത് നൽകി. ജോസ് വിഭാഗം MLA-മാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് കൈമാറിയത്. സഭാ തർക്കത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായി വീണ്ടും ചർച്ച. ഇരു വിഭാഗങ്ങളെയും ഒന്നിച്ചിരുത്തി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഇന്നലെ നടന്ന ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് നടപടി. ചർച്ച നടത്തുക ഈ മാസം 29-ന് ശേഷം. മലയാറ്റൂരിൽ സ്ഫോടനമുണ്ടായ ക്വാറിയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കും. ക്വാറിക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് നൽകിയത് കേന്ദ്ര ഏജൻസിയായ പെസോ. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് അനധികൃതമായി. സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളിലെ ശനിയാഴ്ചയുള്ള അവധി റദ്ദാക്കും. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ലോക്ഡൌൺ 4ാം ഘട്ടിളവുകൾ പ്രാബല്യത്തിൽ വന്നതുകൊണ്ടാണിത്. അവധി റദ്ദാക്കാൻ പ്രത്യേക ഉത്തരവിറക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാറ്റിവെക്കലിൽ ധനമന്ത്രി ഇന്ന് സർവീസ് സംഘടനകളുമായി ചർച്ച നടത്തും. വൈകിട്ട് 4-ന് ഓൺലൈനായാണ് യോഗം. ഓണം അഡ്വാൻസ് തിരിച്ചടയ്ക്കാൻ 6 മാസത്തെ സാവകാശം വേണമെന്ന് സംഘടനകൾ. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി റിയ ചക്രവർത്തിയും സഹോദരനും ജാമ്യാപേക്ഷ നൽകി. ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ ഈ മാസം 23-ന് പരിഗണിക്കും. റിയയുടെ കസ്റ്റഡി കാലാവധി ഒക്ടോബർ 5 വരെ നീട്ടി.
സീറോ അക്കാദമിക് ഇയർ എന്ന ആലോചന ഉപേക്ഷിച്ച് UGC നവംബർ 1 മുതൽ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനം. ഓൺലൈനായോ കോവിഡ് മാനദണ്ഡം പാലിച്ച് നേരിട്ടോ ക്ലാസുകൾ നടത്താം. സർവകലാശാലകളിൽ 1-ാം വർഷ പ്രവേശനം നവംബർ 30-ന് മുൻപ് പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം. മുതിർന്ന സിനിമാ താരവും മറാത്തി നാടക കലാകാരിയുമായ ആശാലത വാപ്നോക്കർ കോവിഡ് ബാധിച്ച് മരിച്ചു. 79 വയസ്സായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചത് ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിങ്ങിനിടെ. പ്രതിപക്ഷ എംപിമാർക്കെതിരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തെഴുതി രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് സിംഗ്. കാർഷിക ബിൽ അവതരണത്തിനിടെ എംപിമാരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് കത്തിൽ. അവശ്യ വസ്തുക്കളുടെ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായി. കാർഷിക ബില്ലുകളിലെ 3ാമത്തേതും അവസാനത്തേതുമായ ബില്ലാണിത്. ബില്ല് പാസാക്കിയത് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ. മഹാരാഷ്ട്രയിൽ 3 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 20ആയി. ഇന്നലെ പുലർച്ചെയോടെ താനെയിലെ ഭിവണ്ടിയിലായിരുന്നു അപകടം. 20 പേരെ രക്ഷപ്പെടുത്തി. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം കുറയുമെന്ന് ധനകമ്മീഷൻ. നിലവിൽ 40% നികുതി. തീരുമാനം 15ാം ധനകമ്മീഷന്റേത്. ഈ മാസം 31-ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകും. രാജ്യത്ത് ഇതുവരെ പരിശോധിച്ചത് 6,53,25,779 സാമ്പിളുകൾ. കഴിഞ്ഞ ദിവസം മാത്രം പരിശോധിച്ചത് 9,33,185 സാമ്പിളുകൾ. പ്രതിദിന പരിശോധനാ നിരക്കിൽ വർധനവെന്ന് റിപ്പോർട്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് പുതിയ വിമാന സർവീസ് അനുവദിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. ബിലാസ്പൂരിൽ നിന്ന് ഡൽഹി, മുംബൈ, കൊൽക്കത്ത വഴി വിമാന സർവീസ് വേണമെന്നാണ് ആവശ്യം. കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗിന് കത്തയച്ചു. രാജ്യത്ത് കോവിഡ് മുക്തരുടെ പ്രതിദിന കണക്കിൽ വൻ വർധന. 24 മണിക്കൂറിടെ 1 ലക്ഷത്തിലധികം പേർക്ക് രോഗമുക്തി. രോഗമുക്തി നിരക്ക് 80% കടന്നു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. 50 മുതൽ 300 രൂപ വരെ താങ്ങുവില വർദ്ധിപ്പിക്കും. വില വർധന അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭാ യോഗം. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരും മണിക്കൂറുകളിൽ ഉത്തർപ്രദേശിന്റെ ചിലയിടങ്ങളിലും മഴ കനക്കും. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. 2020 മാർച്ച് 1 മുതൽ സെപ്റ്റംബർ 15 വരെ ചൈൽഡ് ലൈനിലേക്ക് എത്തിയത് 3941 ഫോൺ കോളുകൾ. ഇക്കാര്യം രാജ്യസഭയെ രേഖാമൂലം അറിയിച്ച് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനി. സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ കോവിഡ് ബാധിതർക്കാർ മാറ്റിവെക്കണമെന്ന് ഡൽഹി സർക്കാർ ഉത്തരവിന് സ്റ്റേ. നടപടി ഡൽഹി ഹൈക്കോടതിയുടേത്. സ്വകാര്യ ആശുപത്രികളിലെ 80% ICU കിടക്കകൾ കോവിഡ് ബാധിച്ചവർക്കായി മാറ്റിവെക്കണമെന്നായിരുന്നു സർക്കാർ ഉത്തരവ്. ജമ്മു കശ്മീരിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ബഡ്ഗാമിലെ ചാറായ് ഷരീഫ് മേഖലയിൽ നടത്തിയ ഏറ്റുമുട്ടലിലാണ് ഭീകരനെ വധിച്ചത്. മണിക്കൂറുകളോളം ഏറ്റുമുട്ടൽ തുടർന്നു. ജമ്മു കശ്മീർ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പൂജാ പ്രസാദങ്ങളുടെ ഹോം ഡെലിവറി സേവനങ്ങൾ ആരംഭിച്ചു. രാജ്യവ്യാപകമായി സേവനം ഉറപ്പാക്കും. ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്ന് അധികൃതർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി. ലാലു പ്രസാദ് യാദവിന്റെ RJDക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒഫീഷ്യൽ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോക്ഡൌണിനെ തുടർന്ന് ദുരിതത്തിലായ ലൈംഗിക തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിൽ തീരുമാനമറിയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരാഴ്ച കൂടി സമയം അനുവദിച്ച് സുപ്രീം കോടതി. ഉത്തരവ് ജസ്റ്റിസുമാരായ LN റാവു, ഹേമന്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേത്. സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ദർബാർ മഹിളാ സമന്വയ കമ്മിറ്റി. രാജസ്ഥാനിലെ ധോൽപൂരിൽ 16 വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന ആരോപണം. 2 പേരെ ചോദ്യം ചെയ്തു. അന്വേഷണം തുടരുന്നു. മഹാരാഷ്ട്രയിലെ പൽഘാറിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,14,90,311. പുതുതായി 14,105 പേർക്ക് രോഗബാധ. ആകെ മരണം 9,69,362. കോവിഡ് വായുവിലൂടെ പടരുന്നതിന് കൂടുതൽ തെളിവുകളുണ്ടെന്ന് കാണിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതിൽ തെറ്റുണ്ടെന്ന് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. തെറ്റുകൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത മാർഗനിർദ്ദേശങ്ങളിൽ CDCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പോസ്റ്റ് നീക്കം ചെയ്തു. വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. തീരുമാനം രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ രാജ്യം പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ചൈനയിൽ ജനനനിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. രാജ്യത്ത് വംശഹത്യ നടന്നിട്ടില്ലെന്ന് ഭരണകൂടം. രാജ്യത്തെ കുടുംബാസൂത്രണ പദ്ധതികളുടെ വിജയമാണ് ഇതെന്നും വിശദീകരണം. ബിഷപ്പുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചരിത്ര കരാർ ഒപ്പിടാനൊരുങ്ങി വത്തിക്കാനും ചൈനയും. കരാർ അടുത്ത മാസം ആദ്യം ഒപ്പുവെക്കും. ചൈനയിൽ പുതുതായി 6 പേർക്ക് കൂടി കോവിഡ്. വിദേശത്തു നിന്നെത്തിയവർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ചൈനീസ് ദേശീയ ആരോഗ്യ കമ്മീഷൻ. രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 85,000-ലധികം പേർക്ക്. കോവിഡ് വാക്സിൻ വിതരണത്തിന് 156 രാജ്യങ്ങൾ കൈകോർത്തെന്ന് ലോകാരോഗ്യ സംഘടന. സഖ്യത്തിൽ അമേരിക്കയും ചൈനയും ഇതുവരെ ചേരാൻ തയ്യാറായിട്ടില്ലെന്നും ഇരു രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ലോകാരോഗ്യ സംഘടന. ഒരു വനിത ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ ചന്ദ്രനിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നതായി നാസ. ദൗത്യം നടപ്പിലാക്കുക 2024. യാത്രയ്ക്കായി ചെലവിടുന്നത് $28 ബില്യൺ. ലൂണാർ ലാൻഡിംഗ് മൊഡ്യൂളിനു വേണ്ടി $16 ബില്യൺ ചെലവാക്കും. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആനകൾ കൂട്ടമായി ചെരിയാൻ കാരണം സൈനോബാക്ടീരിയ വെള്ളത്തിൽ കലർന്നതെന്ന് കണ്ടെത്തൽ. വൈൽഡ് ലൈഫ് ആൻഡ് നാഷണൽ പാർക്സ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ് കണ്ടെത്തൽ. സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ജൂലൈ മാസത്തിൽ 281 ആനകൾ ചെരിഞ്ഞതോടെ. പാരീസ് ഉൾപ്പെടെ ഫ്രാൻസിലെ 7 പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമെന്ന് ഇറ്റാലിയൻ ആരോഗ്യമന്ത്രി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് 981 പേർക്ക്. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 2,99,000-ലധികം. മരണം 35,724. അംഗങ്ങളുടെ എണ്ണം 1/3 കുറയ്ക്കുമെന്ന് ഇറ്റാലിയൻ പാർലമെന്റ്. മാറ്റത്തിന് പിന്തുണ അറിയിച്ച് വോട്ട് ചെയ്തത് 67% ജനങ്ങൾ. എംപിമാരുടെ എണ്ണം 634 നിന്ന് 400 കുറയ്ക്കും. ചൈനയിലെ പ്രശസ്തമായ ലക്കിംഗ് കോഫിക്കും അനുബന്ധ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി ചൈനീസ് സർക്കാർ. 61 മില്യൺ യുവാൻ പിഴ ചുമത്തിയത് കണക്കുകളിൽ കൃത്രിമം കാണിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചതിന്. വ്യാജ കൂപ്പണുകൾ ഉപയോഗിച്ച് ലക്കിംഗ് കോഫി അധികൃതർ വിൽപ്പന നടത്തിയതായും കണ്ടെത്തൽ. ആകാശ വിരുന്നൊരുക്കി ബെൽജിയം റെസ്റ്റോറന്റ്. തറയിൽ നിന്ന് 50 മീറ്റർ ഉയരത്തിലാണ് വിരുന്ന്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. ഹാക്കിംഗ് ഗ്രൂപ്പുകളുടെ ഭാഗമായി പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷ് പൗരന് 5 വർഷം തടവ് ശിക്ഷ വിധിച്ച് അമേരിക്കൻ ഫെഡറൽ ജഡ്ജ്. 2016 മുതൽ ഹാക്കിംഗ് ഗ്രൂപ്പായ ഡാർക്ക് ഓവർലോഡിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്ന് കണ്ടെത്തൽ. 2019 ഇയാളെ ബ്രിട്ടൻ നാട് കടത്തിയിരുന്നു. സൗദി അറേബ്യയുമായുള്ള ആയുധ വ്യാപാരം അവസാനിപ്പിക്കണമെന്ന് കാനഡയിലെ പൗര സംഘടനകൾ. ഇക്കാര്യം ഉന്നയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സംഘടനകളുടെ തുറന്ന കത്ത്. സാഹസികമായി പാരാഗ്ലൈഡിംഗ് നടത്തി തുർക്കി പൗരൻ. പാരാഗ്ലൈഡിംഗിന് ഉപയോഗിച്ചത് കിടക്ക. ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 3 പേരെ കാണാതായി. അപകടം പശ്ചിമ ജാവ പ്രവിശ്യയിലെ സുക്കാബുമി ജില്ലയിൽ. 20 പേർക്ക് പരുക്ക്. അബുദാബിയിൽ കനത്ത മൂടൽമഞ്ഞിൽ 21 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. അപകടം എമിറേറ്റ്സ് റോഡിൽ. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ്.
തിരിച്ചെത്താൻ കഴിയാതെ വിദേശത്ത് കുടുങ്ങിയവരുടെ താമസരേഖയും റീ എൻട്രി വിസയും സ്വമേധയാ പുതുക്കി നൽകുന്ന നടപടി അവസാനിപ്പിച്ച് സൗദി അറേബ്യ. സ്പോൺസർ വഴി കാലാവധി ദീർഘിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതായും സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. ഖത്തറിൽ നിലവിലുള്ള വിസയുടെ കാലാവധി കഴിഞ്ഞാലും 3 മാസം വരെ പുതിയ തൊഴിലിലേക്ക് മാറാൻ അനുമതി നൽകുന്ന നിയമം പ്രാബല്യത്തിൽ. തസ്തികകളിലേക്ക് താൽക്കാലികമായി തൊഴിലാളിയെ നിയമിക്കണമെങ്കിൽ തൊഴിലുടമ മന്ത്രാലയത്തിൽ പ്രത്യേക കരാർ സമർപ്പിക്കണമെന്നും പുതിയ ഉത്തരവ്. കോവിഡ് ബാധിച്ചവർക്കായി മസ്കറ്റിൽ കോവിഡ് ഫീൽഡ് ആശുപത്രി തുറന്നു. ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളെ പ്രവേശിപ്പിക്കും. സൗകര്യമൊരുക്കിയത് പഴയ മസ്കറ്റ് വിമാനത്താവളത്തിൽ. 100 കിടക്കകൾ തയ്യാറാക്കും. ദുബായ് സഫാരി പാർക്ക് ഒക്ടോബർ 5 മുതൽ തുറക്കും. ഓൺലൈനായി ടിക്കറ്റുകൾ ലഭ്യമാകും. പ്രവൃത്തി സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. സന്ദർശകരെ പ്രവേശിപ്പിക്കുക കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. മക്കയിൽ പുതിയ ജലസംഭരണിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മക്ക ഹറമിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും ആവശ്യമായ ജലം സംഭരിക്കുന്നതിനാണ് പദ്ധതി. ടാങ്കിൽ സംഭരിക്കാൻ കഴിയുക 1,40,000 ക്യൂബിക് മീറ്റർ ജലം. വിമാനങ്ങളും വിമാനത്താവളങ്ങളും അണുവിമുക്തമാക്കാൻ അതിനൂതന സാങ്കേതിക വിദ്യയുമായി സൗദി അറേബ്യ. അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുള്ള അണുനശീകരണവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് സൗദി ഗ്രൗണ്ട് സർവീസ് കമ്പനി. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും സംവിധാനം ഏർപ്പെടുത്തും. 25ാമത് പുരുഷ വനിതാ ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ഖത്തർ വേദിയാകും. മത്സരം അടുത്ത വർഷം സെപ്റ്റംബറിൽ. ഖത്തർ വീണ്ടും മത്സരത്തിന് വേദിയാകുന്നത് 20 വർഷത്തിന് ശേഷം. ഭവന വായ്പയും വാഹന വായ്പയും ഉൾപ്പെടുന്ന റീറ്റെയിൽ വായ്പകളുടെ പുനഃക്രമീകരണത്തിന് ഓൺലൈൻ പോർട്ടൽ സംവിധാനം അവതരിപ്പിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകൾക്ക് 1 മുതൽ 24 മാസക്കാലം വരെ മൊറട്ടോറിയം അനുവദിക്കാം. വായ്പാ കാലാവധി നീട്ടി നൽകുന്നതിനും അപേക്ഷ നൽകാം. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയത്തുടക്കം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 10 റൺസിന് തോൽപ്പിച്ചു. മലയാളി താരം ദേവദത്ത് പടിക്കൽ അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. മുൻ ബാഴ്സലോണ താരം ഇവാൻ റാക്കിറ്റിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 2007-ൽ അരങ്ങേറ്റം കുറിച്ച റാക്കിറ്റിച്ച് കഴിഞ്ഞ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിഡ്ഫീൽഡർ ഗുണ്ടോഗന് കോവിഡ്. വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇന്നലെ നടന്ന പരിശോധനയിൽ. കോവിഡ് പോസിറ്റീവാകുന്ന 3ാമത്തെ മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് ഗുണ്ടോഗൻ. താരത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ക്ലബ്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സിമോണ ഹാലപ്പിന്. പരിക്കിനെ തുടർന്ന് മത്സരത്തിനിടെ എതിരാളി കരോലിന പ്ലിസ്കോവ പിന്മാറിയതോടെയാണ് കിരീട നേട്ടം. നിലവിലെ ജേതാവ് കൂടിയായ പ്ലിസ്കോവയുടെ പിന്മാറ്റം ഫൈനലിൽ ആദ്യ സെറ്റ് നേടിയ ഹാലപ്പ് 2ാം സെറ്റിൽ 2-1 മുന്നിട്ട് നിൽക്കുമ്പോൾ. ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ കിരീടം നൊവാക് ജോക്കോവിച്ചിന്. ഫൈനലിൽ തോൽപ്പിച്ചത് ഡീഗോ ഷോട്ട്സ്മാനെ. സ്കോർ 7-5, 6-3. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം കുടുംബ കോടതി ഇന്ന് പ്രവർത്തിക്കില്ല. തീരുമാനം അഭിഭാഷകന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കോടതിയിൽ അണുനശീകരണം നടത്തി. തിരുവനന്തപുരത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. ബാലരാമപുരത്ത് നിന്ന് പിടികൂടിയത് 200 കിലോയോളം കഞ്ചാവ്. 2 തിരുവനന്തപുരം സ്വദേശികൾ പിടിയിലായി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം. കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചു. ആലപ്പുഴ നഗരസഭാ പ്രദേശത്തെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി. കായംകുളം നഗരസഭയിലെ 5 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് 3 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും 2 ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും. താൽക്കാലികമായി അടച്ച നഗരസഭ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറക്കുമെന്ന് ചെയർമാൻ. പത്തനംതിട്ട നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. അബാൻ ജംഗ്ഷൻ,
കല്ലറക്കടവ്, പാറക്കടവ്, പത്തനംതിട്ട റിംഗ് റോഡ് പ്രദേശങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷം. പ്രശ്നപരിഹാരത്തിന് നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് പ്രദേശവാസികൾ. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ, 2 വീടുകൾ തകർന്നു. പെരിങ്ങമല സ്വദേശികളുടെ വീടാണ് തകർന്നത്. ആർക്കും പരുക്കില്ല. പത്തനംതിട്ടയിൽ നഗരകാര്യ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി പണിയുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നിർമ്മാണം നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 45 ലക്ഷം രൂപ വിനിയോഗിച്ച്. നിലവിൽ ആശുപത്രി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. വൈക്കം TV പുറത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടുവളപ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ. കണ്ണുകെട്ടിശ്ശേരി സ്വദേശി ഹരിദാസിന്റെ മകൾ ഗ്രീഷ്മ പാർവതിയാണ് മരിച്ചത്. സഹോദരിയുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന് കുട്ടിയെ കാണാതാവുകയായിരുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്ന റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാക്കൾക്ക് പരുക്ക്. ചെരക്കടവ് പൊന്നയ്ക്കുന്ന് സ്വദേശികളായ അർജുൻ മോഹൻ, അർജുൻ KP എന്നിവർക്കാണ് പരുക്കേറ്റത്. കോതമംഗലം വടാട്ടുപാറയിൽ മാലിന്യക്കുഴിയിൽ വീണ പിടിയാനക്കുട്ടിയെ വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. JCB ഉപയോഗിച്ച് കുഴിയുടെ അരികിടിച്ചാണ് കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയത്. എറണാകുളം മുനമ്പം കുഴപ്പള്ളി ബീച്ചിന് സമീപം യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മുനമ്പം സ്വദേശി പ്രണവാണ് മരിച്ചത്. ലഹരി ഉപയോഗിച്ച ശേഷമുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടിക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 10 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബില്ലിനെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പുഴക്കൽ പാടശേഖരത്തിൽ കർഷക വിരുദ്ധ ബിൽ കത്തിച്ചു. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് DCC പ്രസിഡന്റ് MB വിൻസെന്റ്. വരന്തരപ്പള്ളി മലയോര മേഖലയിലുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. കൂടുതൽ നാശനഷ്ടം 1, 4, 9 വാർഡുകളിൽ. കാരിക്കുളം വെട്ടിങ്ങപ്പാടം ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നു. പാലക്കാട് കൊടുവായൂരിലും പട്ടാമ്പിയിലും ഇന്നും ആന്റിജൻ പരിശോധനകൾ തുടരും. കൊടുവായൂരിൽ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 45 പേർക്കും പട്ടാമ്പിയിൽ 63 പേർക്കും കോവിഡ്. കൊടുവായൂർ മാർക്കറ്റ് പുതിയ ക്ലസ്റ്ററായേക്കും. പാലക്കാട് ജില്ലയിൽ പുതിയ 2 തീവ്രബാധിത മേഖലകൾ കൂടി. അയിലൂർ 17ാം വാർഡ്, തച്ചമ്പാറ, കോഴിയോട് എന്നീ പ്രദേശങ്ങൾ തീവ്രബാധിത മേഖലയിൽ. മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് കോവിഡ്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് താൽക്കാലികമായി അടച്ചു. ജീവനക്കാർ നിരീക്ഷണത്തിൽ. പാലക്കാട് ജില്ലയിൽ നെൽകർഷകർക്ക് 2ാം വിളയിറക്കാൻ സൗജന്യമായി വിത്തും സാമ്പത്തിക സഹായവും നൽകണമെന്ന് കിസാൻ ജനത പാലക്കാട് ജില്ലാ കമ്മിറ്റി. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ഷാർജയിൽ നിന്ന് കൊണ്ടുവന്ന 1.25 കിലോ സ്വർണം പിടികൂടി. മലപ്പുറം സ്വദേശി അബ്ദുൾ അസീസ് പിടിയിൽ. പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ കടിയങ്ങാട് ടൗണിൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് പരാതി. ടൗണിലും പരിസരത്തുമായി നേരത്തെ സ്ഥാപിച്ച സോളാർ ലാമ്പുകളും പ്രവർത്തിക്കുന്നില്ല. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. കോവിഡ് സമ്പർക്ക വ്യാപനം വർദ്ധിച്ച ബേപ്പൂരിൽ കൂടുതൽ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. നടുവട്ടം ടിപ് ടോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 6 ഡിവിഷനുകളിലേക്കുള്ള വർക്ക് പരിശോധന നടത്തും. ചെറുവണ്ണൂരിലും പ്രത്യേക പരിശോധന. കനത്ത മഴയിൽ വയനാട് ജില്ലയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുണ്ടായ നഷ്ടം KSEB നൽകണമെന്ന് യൂത്ത് ലീഗ്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറന്നതിനാൽ നിരവധി പേരുടെ കൃഷി നശിച്ചു. 100 കണക്കിന് ഏക്കർ കൃഷി വെള്ളത്തിനടിയിൽ. മാനന്തവാടിയിൽ നിന്നും കരണി, കാര്യമ്പാടി, മീനങ്ങാട് വഴി സുൽത്താൻ ബത്തേരിയിലേക്ക് പുതിയ KSRTC ബസ് സർവീസ് തുടങ്ങി. കിഫ്ബി ധനസഹായത്താൽ നവീകരിച്ച പച്ചിലക്കാട് മീനങ്ങാടി റോഡിലൂടെയാണ് സർവീസ്. ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് OR കേളു MLA.
മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 15,000 പാക്കറ്റ് ഹാൻസ് പിടികൂടി. ലഹരി വസ്തുക്കൾ പിടികൂടിയത് കർണാടക നഞ്ചൻകോട് ഭാഗത്തു നിന്നും വന്ന ലോറിയിൽ നിന്ന്. താമരശ്ശേരി സ്വദേശി KK റഫീഖിനെതിരെ കേസെടുത്തു. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പഞ്ചായത്ത് ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് പൂർണ്ണമായി അടച്ചിടും. തീരുമാനം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ കാഞ്ഞങ്ങാട് ക്യാമ്പ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ കല്ലേറ്. മാർച്ച് നടത്തിയത് കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച്. ആക്രമണത്തിൽ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഇനി ഫാക്ട് ചെക്ക്. ബ്ലാക്ക് ലൈവ്സ് മാറ്ററിന് പിന്തുണ നൽകിക്കൊണ്ട് മക്ഡൊണാൾഡ്സ് അമേരിക്കൻ പതാക നീക്കം ചെയ്തെന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജം. ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പിന്തുണയും കമ്പനി നൽകിയിട്ടില്ലെന്ന് അറിയിപ്പ്. ചൈനയിൽ ഉയ്ഗുർ മുസ്ലിങ്ങളെ സൈന്യം ഉപദ്രവിക്കുന്നുവെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥ ചിത്രം ഇന്തോനേഷ്യയിൽ നിന്ന് പകർത്തിയതാണ്. ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരെയാണ് പോലീസ് വേഷത്തിലുള്ളവർ മർദ്ദിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഹോട്ടലിൽ പുള്ളിപ്പുലി ഇറങ്ങിയ വീഡിയോ പ്രചരിക്കുന്നത് രാജസ്ഥാനിലേതെന്ന പേരിൽ. വാർത്തയിലെ വാസ്തവം പരിശോധിക്കാം. KR രഞ്ജിമ തയ്യാറാക്കിയ റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പുള്ളിപ്പുലിയുടെ ഈ ദൃശ്യങ്ങൾ കാണുക. ദക്ഷിണാഫ്രിക്ക എംപുമലങ്കയിലെ സിങ്കിത എബോണി റെസ്റ്റോറന്റിലെ ദൃശ്യങ്ങളാണിത്. ഇവർ പുലിയുടെ വീഡിയോ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പുറത്തുവിട്ടത്. ദക്ഷിണാഫ്രിക്കയിലെ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. പക്ഷേ പ്രചരിക്കുന്നതാകട്ടെ രാജസ്ഥാനിലേതെന്ന പേരിൽ. നിരവധി പേരാണ് വാർത്ത ഷെയർ ചെയ്തത്. രാജസ്ഥാനിലെ ഹോട്ടലിലെ നീന്തൽക്കുളത്തിൽ പുലി വെള്ളം കുടിക്കാൻ സ്ഥിരമായി എത്താറുണ്ടെന്നാണ് തലക്കെട്ട്. ദക്ഷിണാഫ്രിക്കയിലെ റെസ്റ്റോറന്റ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. രാജസ്ഥാനിലെ ഒരു നീന്തൽക്കുളത്തില് പുള്ളിപ്പുലി സ്ഥിരമായി വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്ന ഈ വാർത്തയുടെ തലക്കെട്ട് അത് വ്യാജമാണ്. ഇനിയിപ്പോൾ കിട്ടിയ വാർത്തകൾ. കൊല്ലം അഞ്ചലിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ബന്ധുവായ 35-കാരൻ അറസ്റ്റിൽ. അഞ്ചൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. കാലിക്കറ്റ് സർവകലാശാലയിൽ 116 അധ്യാപക തസ്തികകളിലേക്ക് പിൻവാതിൽ നിയമനത്തിന് സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. കാലിക്കറ്റ് സർവകലാശാല അനധികൃത നിയമന നീക്കം ഉടൻ നിർത്തണം. നിയമനം PSCക്ക് വിടണം. ഈ നിയമനവിവാദത്തിൽ KT ജലീൽ കൂട്ടുപ്രതിയാണോ എന്നറിയണമെന്നും PK ഫിറോസ്. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.